വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള കുറച്ച് സൈഡിൽ മാത്രം ഫുള്ളുണ്ട് റോഡുകൾ ഒന്ന് കാണിക്കുകയാണ്. ഇത് നമ്മളെവിടെയെന്ന് പറഞ്ഞാൽ ആ ചാരാച്ചിറയോട്ട് പോകുന്ന റോഡാണ്. ഇത് എത്ര കാലമായിട്ട് ഇതിങ്ങനെ കിടക്കുന്നറിയാമോ? ഒരു ടാറ് ഇടും, അതിൽ ഉള്ളി പോലെ ഇടും, എന്തിനെങ്കിലുമൊക്കെ പറഞ്ഞ് കുഴിക്കാതിരിക്കും. അങ്ങനെ ഇതാ ഫുള്ള് നാശമായിട്ട് കിടക്കുകയാണ്. എന്തുമാത്രം വണ്ടി പോകുന്നതാണ്. ശരിക്കും ഈ റോഡുകൾ നന്നാക്കാനായിട്ട് ഇവർക്കൊരു മോണിറ്ററിങ് അതോറിറ്റി ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. ആരും ശ്രദ്ധിക്കാനില്ല. ഇത് വീട് നടുവൊടിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ആരും നോക്കാനില്ല. ഇത്രയും പൈസയും കൊണ്ട് ഇതിനകത്ത് കളഞ്ഞതിന് ശേഷം ഈ റോഡുകൾ സിറ്റിക്കകത്ത് റോഡ് മിക്ക സിറ്റികളിലും എറണാകുളമാണെങ്കിലും കോഴിക്കോടാണെങ്കിലും എല്ലാം ഇതിപ്പോൾ ഒരു സിമ്പിൾ സാമ്പിളാണ്. എൻ്റെ തൊട്ടടുത്തുള്ളതിന് ഞാൻ വെറുതെ കയറി എടുക്കുന്നതാണ്. ഈ റോഡ് വർഷങ്ങളായി ഇതുപോലെ കിടക്കുന്നു. ഇത് എത്രയോ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പോകുന്ന റോഡാണ്. ഇതിനെ ഒന്ന് മോണിറ്റൈസ് ചെയ്ത് ഒരു ടാർ ഇടാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പല റോഡുകളിലെയും വെട്ടുകൾ വർഷാവർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു കാരണവശാലും അതിന് മാറ്റം വരുന്നില്ല. ഇതിപ്പോൾ അമ്പലമുക്ക് നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറവംകുളം ജംഗ്ഷനിൽ നിന്ന് അമ്പലമുക്കിലോട്ട് വരുന്ന റോഡാണ്. ഇതിൻ്റെ കാര്യം പറയേണ്ട, പരിതാപകരമാണ്. അതിഭീകര വെട്ടുകളാണ്. ഇത് അമ്പലമുക്കിലോട്ട് കയറാൻ പോകുന്ന റോഡിൻ്റെ അവിടെ നിന്നുള്ളതാണ്. ഇത് എത്രയോ കാലം കൊണ്ട് വാട്ടർ അതോറിറ്റി കുഴിക്കും, അത് കഴിഞ്ഞ് അടുത്തവർ കുഴിക്കും, പിന്നെ ഇടും, പിന്നെ എത്ര ആയിരം വണ്ടികൾ പോകുന്ന ഒരു വഴിയാണെന്നറിയാമോ? ഇത് ഗതികേടെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും ഇത് പാസ് ചെയ്യാൻ. അത്രയ്ക്ക് വെട്ടി. ഇതൊന്നും ആരും ഈ മിനിസ്റ്റർ ഒന്നും കാണുന്നില്ല. എന്താണ് ഇതിനൊരു പരിഹാരം? എത്രയോ വർഷം ഇത് എങ്ങനെ പറയാതിരിക്കും? എത്രയോ വർഷമായിട്ട് കിടക്കുന്നതാണ്. ഇപ്പം കുറച്ച് സമയമാണെങ്കിൽ പൊടുന്നതായിരിക്കും. തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് ഇതേ കഷ്ടപ്പാടാണ്. ഇങ്ങനെ കുറേ പോക്കറ്റ്സ് ഉണ്ട്. ഇപ്പം NH ഒക്കെ നന്നാക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, നല്ല സ്കെയിലാക്കിക്കൊണ്ട് വരികയാണ്. കുട്ടി കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇന്നല്ലേ നാളെ നന്നാക്കി തരുമെന്ന് പറയാം. ഈ സിറ്റിക്കകത്തുള്ള റോഡ്സ് ആരും ശ്രദ്ധിക്കാട്ടിരിക്കുകയാണ്. ഇത് അടുത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുണ്ട്. ഇത് പണ്ടേക്ക് വാട്ടർ അതോറിറ്റിയുടെ സ്ഥലമൊന്നും കോർപ്പറേഷൻ വിട്ടു കഴിഞ്ഞാൽ ടാർ ചെയ്യാന്ന് തർക്കമായിരുന്നു. അവസാനം ഇപ്പോൾ വല്ല വിധവും പ്രശാന്ത് MLA ഒക്കെ കൂടെ ഇടപെട്ട് ഇപ്പം ഇൻ്റർലോക്ക് ഇടാൻ തുടങ്ങി. എത്രയോ വർഷമായിട്ട്, അതായത് 10-25 വർഷമായിട്ട് വാട്ടർ അതോറിറ്റി ചെന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ സ്ഥലമാണെന്ന് പറയും. അതുകൊണ്ട് അവരുടെ പൈസയില്ല ടാർ ചെയ്യാൻ. കോർപ്പറേഷൻ പറയും കോർപ്പറേഷൻ്റെ എഴുതി കൊടുത്താൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയും. ചുരുക്കം പറഞ്ഞാൽ രണ്ടുപേരും ചെയ്യില്ല, അങ്ങനെ കിടക്കും. ഇപ്പോഴാണ് ആ കല്ലൊക്കെ ഇറക്കിയിട്ട് ഇൻ്റർലോക്ക് ചെയ്യാനുള്ള പ്ലാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയോ നൂറ്റാണ്ടുള്ളത് 20 വർഷത്തെങ്കിലും ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഇത് സിറ്റിയിലെ പ്രധാന റോഡാണ്, കിലോമീറ്റർ കണക്കുണ്ട്. കവടിയാർ റൂട്ട് അങ്ങോട്ട് പേരൂർക്കട റൂട്ട് വഴിയിലൂടെ അങ്ങറ്റം വരെ. അതായത് ഈ കവടിയാർ റൂട്ട് പേരൂർക്കട വഴിയെങ്കിൽ ശരിയാക്കിയെങ്കിൽ ഒരു ബൈ റോഡായിട്ടും എല്ലാം ഉപയോഗിക്കും. ഏതായാലും ദൈവത്തിൻ്റെ സ്തുതി, അല്ലെങ്കിൽ താങ്ക്സ്, ഈ സാധനം ഇപ്പോഴും തൽക്കാലത്തേക്ക് ശരിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അടുത്തത് ഇതേപോലെ ഊളംപാറയോട്ട് പോകുന്ന ആ റോഡാണ്. അവിടെ നിന്ന് എന്തുമാത്രം വെട്ടുകളാണ്. ഇത് ശരിക്കും ഇത് കവടിയാറെന്ന് മെയിൻ റോഡ്. ഇത് കവടിയാറെന്ന് നമ്മളെ കുറവുകൊണ്ടുള്ള മെയിൻ റോഡാണ്. ഇതിൻ്റെ നടുക്കിലൊരു വെട്ടുണ്ട്. ഇത് എത്രയോ പ്രാവശ്യമായിട്ട് അവിടെ വെട്ടിക്കുഴിച്ചിട്ട് എല്ലാ വണ്ടിയും അത് വന്നു. ഈ ഇടയ്ക്ക് പേരിന് ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ടാറൊക്കെ വാരിയിട്ട് മൂടുന്നുണ്ട്. എന്നാലും അത് അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞു പോയ വെട്ടാണ്. അറിയാതെ വരുന്നവരൊക്കെ ടമോന്ന് വന്ന് വീഴും. ഇത് രാത്രിയിൽ നമ്മൾ അവിടെ നിന്ന് കുറവംകുളത്ത് പേരൂർക്കടയിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകുന്ന റോഡാണ്. ഇപ്പോൾ സ്മാർട്ട് റോഡെന്നൊക്കെ പറഞ്ഞ് എല്ലാ റോഡിൻ്റെയും ആദ്യം വന്ന് ഗമയിൽ വലിയ ഓട കുത്തി കുഴിക്കും, അതിൽ റെഡിയാക്കി ഇടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ടാറിങ് അവിടെ കിടക്കും. ഈ റോഡ് എത്ര കാലം കൊണ്ട് ഇതുപോലെ കിടക്കുന്നറിയാമോ? അവിടെ നമ്മൾ ആ ദേവിനേറിനകത്തോട്ട് പോകുന്ന റോഡാണ്. ഇതിനകത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇതേപോലെ താഴെ ഇൻ്റർലോക്ക് ഇട്ടിട്ട് മേളിലോട്ട് ടാറിട്ടു. ആ ടാറിൻ്റെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഒരു മാസത്തിനകത്ത് തന്നെ അതിനകത്ത് കുഴികൾ കണ്ടുപോയി. ഭയങ്കര വലിയ കുഴിയാണ്. പതുക്കെ എഴിച്ചഴിച്ച് എന്തുമാത്രം പെട്രോൾ വേസ്റ്റും എന്തുമാത്രം സമയം വേസ്റ്റ് എന്നറിയാം. ഇവരൊന്നും ആലോചിക്കാതെ ഇത് ഇൻ്റർലോക്ക് ഇട്ടിരുന്നെങ്കിൽ കിടന്നേനെ. ഇത് കയറുന്നിടത്ത് ഇൻ്റർലോക്ക് ആക്കിയിട്ട് ബാക്കി ഇങ്ങോട്ട് ടാറിട്ട് അടക്കുന്നു. ഇങ്ങനെ ഇത് ഇടും, അടുത്ത ദിവസം പോകും. അതായത് ഈ മെയിൻ റോഡ് വലിയ റോഡുകൾ ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഭംഗിയായിട്ട് ടാർ ചെയ്യും. അത് കഴിഞ്ഞ് ആളെ ഫൂളാക്കണ പോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അവിടെ ഒഴിച്ചിട്ട് പേസ്റ്റ് കഴിച്ച് ആദ്യത്തെ ഒരു ഗമയുണ്ട്, പൈസയും മാറ്റുകൊണ്ടു. പിന്നെ കുറച്ച് ദിവസത്തിനകത്ത് ഇതുപോലെ കിടക്കും. തെക്ക് വടക്കന്നെ ഭയങ്കര ആഴമുള്ള ഇത് കണ്ട് മടുത്ത്. സിറ്റിക്കകത്ത് മിക്ക റോഡിൻ്റെയും
ഗതി ഇതാണ്. ഇനിയിപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ അമ്പലമുക്കിലോട്ട് പോകുന്ന ആ റോഡ് നല്ലതുപോലെ എടുത്തത് ഇപ്പോൾ കാണിച്ചു തരാം. അതാണ്ട ഇത് എത്ര ആയിരം വണ്ടി പോകുന്ന റോഡാണ്. ക്യാമറയ്ക്ക് പിടിക്കാൻ പോലും സൂപ്പർ സ്റ്റഡി ഇട്ടിട്ട് പോലും ക്യാമറ കിടന്ന് ഷേക്കാണ്. അല്ല, ഒരടി 1.5 അടി എത്ര വണ്ടിയാണ് ഇതുവഴി പോകുന്നത്. ഈ മെഡിക്കൽ ആവശ്യമായിട്ട് എത്രമാത്രം ആംബുലൻസ് പോകുന്ന വണ്ടിയാണെന്നറിയാം, റോഡാണെന്നറിയാം. ഇത് ഒന്ന് ശരിയാക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണിത്. എന്നിട്ട് അശാസ്ത്രീയമായത് അവാർഡ് പൊക്കി വെച്ച് അതുവഴി ആരും നടന്നു പോകില്ല. അതിൽ കണ്ടോ ഇതിട്ടിരിക്കുന്ന വാക്കിംഗ് പാത്ത് എന്നൊക്കെ പറഞ്ഞ സൈഡിൽ കൊണ്ടിട്ടിട്ട് അതെല്ലാം അങ്ങനെ എടുത്തു. ഇതൊന്നും ആർക്കും ഒരിതുമില്ല. ഇതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാം കറക്റ്റായി ചെയ്യാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഇവർക്കെല്ലാം മേലെ വേണം. അവരിതെന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഡെയിലി റിപ്പോർട്ട് കൊടുക്കുന്ന പോലെ എല്ലാ റോഡുകളും ആനക്കാര്യമൊന്നുമില്ല റോഡ് പോയി നോക്കുന്നത്. ഒരു പ്രാവശ്യം നോക്കിയിട്ട് അടുത്ത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ വഴി മാപ്പ് വഴി നോക്കിയാലും അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു റൂട്ട് അടിച്ച ഒരു ദിവസം 2 ദിവസം ഒന്ന് സിറ്റിക്കകത്ത് ഇറങ്ങി ഏതൊക്കെ റോഡ് പൊളിഞ്ഞ് കിടക്കുന്നത് സുഖമായിട്ട് അറിയാൻ പറ്റും. ആഴ്ച ഒരിക്കലും മോണിറ്റർ ചെയ്താലും മതി. ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ പ്രതികരിച്ചാലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടെ. എന്നാലും പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ഇതുപോലെ ആൾക്കാർ എന്തുമാത്രം കഷ്ടപ്പാടാണ്. ഈ പെട്രോൾ വേസ്റ്റ് ഇതുപോലെ നല്ല സമയം വേസ്റ്റ് എല്ലാം ഇവിടെ ബ്ലോക്കാണ്. മണിക്കൂർ വേണമെങ്കിൽ അമ്പലമുക്ക് ജംഗ്ഷൻ ബ്ലോക്കാണ്. ഇതുപോലെ സിറ്റിക്കകത്ത് ഒരുപാട് സ്ഥലമാണ്. വഴുതക്കാടുള്ള റോഡ് സ്മാർട്ട് റോഡെന്ന് പറഞ്ഞിട്ടിട്ട് കുറേ വർഷങ്ങളാവുന്നു. അതുപോലെ ഓരോ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോഴേ ഈ AI ക്യാമറ ഫിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് വെട്ടിക്കുഴിക്കും. അത് ഷാർപ്പ് വെട്ടാണ്. ഒരടി വീതിക്ക് ഒരടി ആഴത്തിനെടുക്കും. നമ്മൾ രാത്രി വരുമ്പം ടയർ ഇങ്ങനെ ഇടിച്ച് കയറും, പേടിച്ചു പോകും. അതുപോലത്തെ രീതിയിലാണ് നമ്മുടെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻസിൻ്റെ പോകുന്നത്. ഇതൊന്ന് എന്തായാലും ഒന്ന് അധികൃതർ ശ്രദ്ധിക്കണം. ആൾക്കാരെല്ലാം ഇതിനെതിരെ കൃത്യമായിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യണം. ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഇതുപോലെ തേരാപ്പാര ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ അവിടുത്തെ കവടിയാർ പാർക്കിൻ്റെ കാര്യവും പറഞ്ഞ പോലെയാണ്. ഇതേ ഗതി തന്നെ ആർക്കും വേണ്ടാതെ കുറച്ച് പൈസയും കൊണ്ടിറക്കി അവിടെ ഈ മര്യാദയ്ക്ക് ഇരുന്ന് അതും എല്ലാം ചീത്തയാക്കി ഒരു നാശക്കൊട്ടയ്ക്ക് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ പോക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് ഇതെന്താണ്, ഇതൊരു രാഷ്ട്രീയം പറയുന്നതല്ല, എല്ലാ റോഡിൻ്റെയും ഗതി ഇതാണ്. എന്തുകൊണ്ടിത് നന്നാക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടിത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇത് ശരിയാക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.